ദേ അപ്പൊ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഖഡോൽഗജൻ പിള്ള എന്ന് പറയുന്ന എന്റെ മുതലാളി കടുകട്ടി മലയാളം വാക്കുകൾ മാത്രം സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പോഴും ഉണ്ട് ഇങ്ങനത്തെ ആൾക്കാർ. അതൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇംഗ്ലീഷ് എന്ന് പറയുന്ന സാധനം ഇങ്ങർക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടാ. പിന്നെ 10-40 കുടുംബങ്ങളുള്ള ഒരു വീട്ടില് ഇയാൾ ഒറ്റക്ക് കാർന്നോര് നിന്ന് കളിച്ച് ഇപ്പോഴും കൊണ്ടുപോണേ. 10 വർഷത്തെ കണക്കാണ് അവിടെ പെൻഡിങ് കിടക്കണത്. ഇതുവരെ ആരും ഉണ്ടായിരുന്നില്ല അത് നോക്കാൻ. അയ്യോ, നിന്നെ കൊണ്ടുപോയിട്ട് വേണം ഇതൊന്ന് ക്ലിയർ ആക്കാനായിട്ട്. എനിക്ക് മനസ്സിലായ, ഞാൻ ഓരോരോ മാസം ഓരോരോ ആൾക്കാരെ അവിടെ കൊണ്ടുപോകുന്നുണ്ട്. അവന്മാരെന്തെങ്കിലും ഒരു തോന്നിയാസം പറഞ്ഞിട്ട് അയാളപ്പം തന്നെ പറഞ്ഞു കൊടുക്കും. മനസ്സിലായ? ഇപ്പൊ കഴിഞ്ഞ മാസം തന്നെ ഒരു തന്നെ പറഞ്ഞിട്ട് എന്താണെന്ന് അറിയാവാ, അവനൊരു ലീവ് ചോദിച്ചതാണ്. അപ്പൊ ലീവ് എടുക്കാൻ പാടില്ല. ലീവ് എടുക്കണതൊന്നും അല്ല പ്രശ്നം. അതായത് അവന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അല്ല, ഭാര്യ പ്രഗ്നന്റ് ആണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ സാധാരണ കാര്യമല്ലേ? അതൊക്കെ സാധാരണ കാര്യം തന്നെ, ശരിയാണ്. പക്ഷെ ഗർഭിണിയാണ്, ആശുപത്രി കൊണ്ടുപോകണമെന്ന് അവന് പറഞ്ഞാൽ മതിയായിരുന്നല്ല. ഇംഗ്ലീഷ് പ്രശ്നമാണ്, ഇംഗ്ലീഷ് പ്രശ്നമാണ്. അല്ല അത് പോട്ടാ, പാട്ടൊക്കെ പാടുവോ നീ? അത്യാവശ്യം പാട്ടൊക്കെ പാടും. പാട്ടൊക്കെ പാടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ കൈതപ്പുറത്തിന്റെ വയലാറിന്റെ പഴയ പാട്ടുകൾ എന്തെങ്കിലും നോക്കി പാടിയാൽ മതി. ആ ലജ്ജാവതി എങ്ങാനും കയറി പാടിയേക്കല്ലേ. എന്താണ്? അയ്യോ, അതിൽ മൊത്തം ക്ലോക്കും വാച്ചും ഒക്കെ അല്ലേ. ഓക്കെ ഓക്കെ ഓ, നശിപ്പിച്ച് ഓക്കെ എന്നല്ല, ശരി ശരി. ഞാനത് ശ്രദ്ധിച്ചില്ല, അതാണ്. ശ്രദ്ധിക്കൂല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടാ. അല്ല, ചേട്ടൻ അവിടെയല്ലേ ജോലി എടുക്കണം, എന്നിട്ട് ചേട്ടൻ ഇംഗ്ലീഷ് പറയുന്നുണ്ടല്ലോ. അത് കറക്റ്റ്. ശരിക്കും ഇതല്ല ഞാൻ. ശരിക്കും എന്നെ കാണണമെങ്കിൽ മുതലാളിയുടെ അടുത്ത് ചെല്ലണം. അവിടെ ഞാൻ വേറെ മനുഷ്യനാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. ഓ ശരി. അതെ, വന്നു പോണോ നിന്ന് പോണോ? അല്ല, ഞാൻ വന്ന് ജോലി എടുത്തിട്ട് തിരിച്ചു പോണോ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഒരാഴ്ച ജോലി എടുത്തിട്ട് പോണോ, എങ്ങനെയാണ്? നീ എന്ന് പോണോന്നുള്ളത് മുതലാളി തീരുമാനിക്കും. ആദ്യം നിന്നൊന്ന് സെലക്ട് ചെയ്യട്ടെ. അണ്ടർസ്റ്റാൻഡ്? മലയാളം മലയാളം. ഓ, ഇടുക്കി വാ കൊള്ള. മലയാള ഭാഷയെ കൊല ചെയ്യുവാനായി ഒരുപാട് പേരുണ്ട് ഈ നാട്ടിൽ. കിളികൊഞ്ചും മലയാള ഭാഷയെ കുളമാക്കി കശ്മലന്മാർ വിഹരിക്കുന്നു. കുറെ അധികം ആളുകൾ മലയാള ഭാഷയെ വികൃതമാക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. മുതലാളി എന്നെ വിളിച്ചാ? മലയാള ദിനപത്രം ഇന്ന് വന്നില്ലല്ലോ. വന്നിട്ടില്ല മുതലാളി. കിഴക്ക് സൂര്യൻ ഉദിച്ചുയരും മുമ്പ് മലയാള പത്രം ഇവിടെ വന്നിരിക്കണം, അവരോട് പ്രത്യേകം പറയണം. രാവിലെ തന്നെ പത്രക്കാരനോട് മലയാള ഭാഷ വായിക്കാഞ്ഞിട്ട് എന്റെ നാവ് തരിക്കുന്നു. മുതലാളി, വേറെ എനിക്കൊരു സംശയമുണ്ട്. സംശയം ഉള്ളിൽ വെക്കാതെ പുറത്തേക്ക് തന്നു. മുതലാളി, നമ്മുടെ ഈ വിദൂര ദൃശ്യ ശ്രവണ സംഭാഷണ യന്ത്രത്തിലെ നമ്മൾ എന്തെങ്കിലും വിവരങ്ങൾ തേടുന്ന സാങ്കേതിക വിദ്യയുടെ മലയാള രൂപം എനിക്ക് അറിയത്തില്ല മുതലാളി. ദൃശ്യശ്രവണ വിദൂര സംഭാഷണ യന്ത്രം, അതിൽ നമ്മൾ തിരയുന്ന ചില വാക്കുകൾ കിട്ടണമെന്നില്ല. ഞാനും ഇടയ്ക്ക് തിരയാറുണ്ട്. ഏത് വാക്കാണാവോ നീ തിരയുന്നത്? ദൈവമേ, ഗൂഗിളിന്റെ മലയാളം എന്താണാവോ? മുതലാളി, ഞാൻ ഈ വാക്ക് പറയുന്നുണ്ട്, മുതലാളി എന്നോട് പിണങ്ങരുത്. എന്നെ ഇവിടുന്ന് ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്യരുത്. എനിക്കിത് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. ചോദിച്ചോളൂ മുതലാളി. ഈ ഗൂഗിളിന്റെ മലയാളം പദം എന്താ? അത്തരം വാക്കുകൾ, ആംഗലേയ പദങ്ങൾ ഇവിടെ ഉപയോഗിക്കരുത്. അത് കേൾക്കാനുള്ള ആളല്ല ഞാൻ. എനിക്ക് ആംഗലേയം കേൾക്കുന്നതേ ഇഷ്ടമല്ല. അറിയാം മുതലാളി. ഇപ്പൊ ചോദിച്ച വാക്കിന് പകരം ഞാൻ കണ്ടെത്തിയിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ മകന്റെ പേരാണ്, ഗൂഗിൾ. ഗൂഗിളിൽ കയറി കാര്യങ്ങൾ അന്വേഷിച്ചാൽ മതി. അപ്പൊ ഇനി മുതൽ നമ്മള് ഗൂഗിളിൽ കേറിയിട്ട് വേണം തിരയാൻ. മതി. ഞാൻ ഈ 1 മാസമല്ലേ ആയുള്ളൂ മുതലാളി ഇവിടെ പണിക്ക് വന്നിട്ട്. ഈ മലയാളം പദങ്ങൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഞാൻ എത്രയും പെട്ടെന്ന് പഠിച്ചോളാം. പഠിക്കണം. നിനക്ക് മുമ്പ് വന്നിരുന്നവർ വേണ്ടാത്ത ആംഗലേയ പദങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടാണ് അവർക്ക് ശമ്പളം പോലും കൊടുക്കാതെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഞാൻ അങ്ങനെയൊന്നും ചെയ്യൂല മുതലാളി. മലയാളം തന്നെ പറഞ്ഞോളാം, എന്നെ പറഞ്ഞു വിടരുത്. മുതലാളി, അടുക്കളയിലെ വായുക്കുറ്റി തീർന്നു. വായുക്കുറ്റി? ഈ ഭക്ഷണം പാചകം ചെയ്യുന്ന അടുപ്പ് കൂട്ടി യോജിപ്പിക്കുന്ന ചുമന്ന നിറമടിച്ച ഇത്രയുള്ള ഒരു പാചകവാതകം. വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അവൻ വരും. പാചകവാതകം, ആ വാക്ക് എനിക്ക് കിട്ടിയില്ല. ഇങ്ങനെ കഴിക്കണം, ഇങ്ങനെ വെച്ച് കഴിക്കരുത്. മലയാളത്തിന് അങ്ങനെ ഒരു സുഖമുണ്ട്, ഇങ്ങനെ വെക്കണം. എനിക്ക് ആ വാക്ക് അറിയാൻ പാടില്ലായിരുന്നു മുതലാളി. പ്രഭാതത്തിൽ നമ്മൾ പൊട്ടിവിടരുന്ന സൂര്യൻ, അതിനെ കണ്ടുകൊണ്ട് നമിക്കണം. അതിനെ അതാണ് പറയണത്. രാവിലെ എഴുന്നേറ്റാൽ ഉടൻ പാദം പതിച്ചു നടക്കും മുറിവിയെ പാടയെ നമിക്കണം. പിന്നെയോ പാദങ്ങൾ ചേർത്ത് കൈ കൂപ്പി നിൻ പാധാരബിന്ദങ്ങൾ പാടിയും നമിക്കണം. പുള്ളി മരിച്ചു പോയില്ലേ? ആര്? മാളാരവിന്ദൻ. പാതാരവിന്ദങ്ങൾ പറഞ്ഞപ്പോ മാളാരവിന്ദൻ കൊണ്ട് വന്നേക്ക്. പാചകവാതകം തീർന്ന് എളുപ്പം എടുത്തു തന്നാ വല്ലതും ഉണ്ടാക്കി തരാം. നമസ്തേ. അതെ, മലയാളത്തിൽ നമസ്തേ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ആംഗലേയ പദം ഉപയോഗിക്കരുത്. ഞാൻ മലയാളത്തെ സ്നേഹിക്കുന്ന ഒരാളാണ്, ആംഗലേയ പദം ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. ഞാൻ വിളിച്ചത് നമ്മുടെ ജൗളിക്കടയിലേക്ക് നിൽക്കാൻ ഒരാളെ വിടാന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ല.
സ്വർണ്ണ വ്യാപാര രംഗത്ത് വിഹരിക്കുന്ന നിപുണനായ സമർത്ഥനായ മിടുക്കനായ ഒരാളെയും കൂടി വിടണം. പിന്നെ നീ പല വർണ്ണങ്ങളിലുള്ള നിറമുള്ള നല്ല വള്ളങ്ങൾ വന്നിട്ടുണ്ട് വെള്ളത്തിലിറക്കാൻ. വിനോദ വിജ്ഞാന സഞ്ചാര കേന്ദ്രവും കൂടിയാണല്ലോ ഇത്. അതെ അതെ, ആ വിശ്രമ കേന്ദ്രത്തിന് പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പം അവിടേക്ക് സമർത്ഥന്മാരായ ആളുകളെ നമുക്ക് വള്ളം തുഴയാൻ പറ്റുന്ന വിദ്യാഭ്യാസമുള്ളതായാലും കുഴപ്പമില്ല. അങ്ങനെയുള്ള 2 ആളുകളെ കിട്ടിക്കഴിഞ്ഞാൽ ഈ ആളുകൾ വരുന്നവരെ ഇക്കരെ നിന്ന് അക്കരെ കൊണ്ടുപോകാൻ അക്കരെ നിന്ന് ഇക്കരെ കൊണ്ടുപോകാനൊക്കെ പറ്റുമല്ലോ. പിന്നെ നീന്തൽ അറിഞ്ഞിരിക്കണം. വെള്ളത്തിൽ നിന്ന് പിന്നെ വെള്ളത്തിൽ പോയിട്ട് പിന്നെ വെള്ളം കുടിച്ച് അത്തെന്ന് പറഞ്ഞ് എൻ്റെ പേരിലേക്ക് വരരുത്. അപ്പം ശരി ശരി, അങ്ങനെയുള്ള 2 ആൾക്കാരെ. ആ നമസ്തേ നമസ്തേ. എന്താണ് ഒരു വഴിക്ക് പോയിട്ട് പിന്നെ ഇപ്പോഴാണോ വരുന്നത്? കിട്ടി മുതലാളി, ഇതാണ് ഞാൻ പറഞ്ഞ പുതിയ കണക്കപ്പിള്ള. ഇത് പിള്ളേരല്ലേ, ഇത് അള്ളയുള്ള. എന്താ പേര്? റോസ്മോൾ. ആ പേര് ഇവിടെ ഉപയോഗിക്കാൻ പാടില്ല. അതിനകത്തൊരു ആംഗലേയ വാക്ക് അതിനകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് അത്തരം പദങ്ങൾ ഉപയോഗിക്കരുത്. എന്തായാലും ആ പറഞ്ഞ വാക്കിനകത്തൊരു പൂവാണ്. അതുകൊണ്ട് ഞാൻ പൂമോളേന്ന് വിളിക്കും. അത് മതി, നല്ല പേരാ. പൂമോളേന്ന് വിളിക്കുമ്പോൾ വിളി കേട്ടാ മതി. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഞങ്ങളുടേതൊരു കൊച്ചു കുടുംബമാണ്. ഓ, വളരെ നന്നായി. അച്ഛനമ്മ അടങ്ങുന്ന ഒരു. അവരുണ്ടായതുകൊണ്ടാണല്ലോ നമ്മൾ ഉണ്ടാകുന്നത്. വിവാഹിതയാണോ? അല്ല, വിവാഹിതയല്ല, ഒരു മോളുണ്ട്. കല്യാണം കഴിക്കാതെ എങ്ങനെ മോളുണ്ടാവും? ഓ, അതൊരു വലിയ കഥയാണ് മുതലാളി. എന്താണാവോ വലിയ കഥ? ഒരാള് മോഹന വാഗ്ദാനങ്ങൾ നൽകി പറ്റിച്ചതാണ്. രാഷ്ട്രീയക്കാരനായിരിക്കും. എങ്ങനെ മനസ്സിലായി? അല്ല, മോഹന വാഗ്ദാനങ്ങൾ അവരാണല്ലോ കൂടുതൽ കൊടുക്കാറ്. വേറെ ആരും അങ്ങനെ മോഹന വാഗ്ദാനങ്ങൾ കൊടുക്കില്ലല്ലോ. എങ്ങനെ കണ്ടുമുട്ടിയത്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണത്തിനായിട്ട് വന്നതാണ്. വന്നു കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞ് ഞങ്ങളുടെ കണ്ണും തമ്മിൽ ഉടക്കി. പിന്നെ അത് പ്രേമമായി. അവസാനം എന്നോട് പറഞ്ഞു, നമ്മൾ ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി. ഇപ്പൊ എന്തായി? ഇപ്പൊ ഒന്നായി. നിങ്ങൾ തമ്മിൽ ഒന്നായി? അല്ല, വീട്ടിലൊരു കുട്ടിയായി. നിങ്ങളെ ചതിച്ചതിന് ശേഷം ഈ മോഹന വാഗ്ദാന വീരനെ പിന്നെ കണ്ടിട്ടില്ലേ? കണ്ടു. അപ്പൊ ഒന്നും പറഞ്ഞില്ല? ഈ പ്രചരണത്തിന് കണ്ടു. അപ്പൊ ഒന്നും പറഞ്ഞില്ല? ഞാൻ എന്റെ മോളെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അവള് ഓടിച്ചെന്ന് അച്ഛാ അച്ഛാന്നും പറഞ്ഞ് പുറകെ ചെന്നു. അദ്ദേഹം നിന്നിട്ട് വേഗം മോളെ വിളിച്ചെന്ന് തലോടിയിട്ട് പറഞ്ഞു, രാഷ്ട്രഭാഷ വളരെ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, ആംഗലേയ ഭാഷയും കൂടി മോളെ പഠിപ്പിക്കണമെന്ന്. മോൾക്ക് ഇത് വല്ലതും അറിയോ? കൊച്ചു വീണ്ടും പുറകെ ചെന്ന് അച്ഛാ അച്ഛാ എന്നും പറഞ്ഞ് വിളിച്ച്. അപ്പൊ തിരിഞ്ഞു നിന്ന് നോക്കിയിട്ട് പറയണേ ബഹുത്ത് അച്ഛാന്ന്. അതും പറഞ്ഞ് വീണ്ടും കടന്നു കളഞ്ഞു. നല്ല അച്ഛൻ. ഇവിടത്തെ കാര്യങ്ങൾ അറിയാലോ. മലയാള ഭാഷയെ സ്നേഹിക്കുന്ന ഒരാളാണ്. മലയാള ഭാഷ പണ്ഡിതനാണ്. ആംഗലേയം പറഞ്ഞ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ കുടുംബത്തിൽ കയറ്റാറില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം പദങ്ങൾ ഇവിടെ ഉപയോഗിക്കരുത്. വരുന്നവരെ കൊണ്ട് ഉപയോഗിപ്പിക്കരുത്. നമ്മുടെ വരവ് ചെലവ് പുസ്തകം എടുത്തു കൊടുക്കുക. ആ കണക്കുകളെല്ലാം ഒന്ന് കൂട്ടി നോക്കട്ടെ. അപ്പൊ പൂമോളം ചെല്ലി. ആരാണ്? ഞാനിന്ന് പുതിയതായിട്ട് വന്ന കണക്കപ്പിള്ള. കണക്കപ്പിള്ളേ? അക്കൗണ്ടന്റ് വരുമെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. ഇവിടെ ഇങ്ങനെയൊക്കെ പറയണോന്ന് പറഞ്ഞിട്ടാണ്. ഓ, എന്റെ കൊച്ചി ഒന്നും പറയണ്ട. കൊറേ നാളെ ചേച്ചി ഇവിടെ? ഞാൻ കുറച്ചു നാളായി. പഠിച്ചു വന്നതേ ഉള്ളു. എന്നാലും എന്താണ് പേര്? അയ്യോ, പേരിന്റെ കാര്യമൊന്നും പറയണ്ട ചേച്ചി. എന്റെ പേര് റോസ്മോൾ എന്നാണ്. ഇവിടെ വന്നപ്പോ തന്നെ പേര് മാറ്റി. ഇപ്പൊ എന്നെ വിളിക്കണത് പൂമോൾ എന്നാണ്. പൂമോളാ? തെറി വിളിക്കണ പോലെ ഉണ്ടല്ലോ. എനിക്കും അങ്ങനെ തന്നെ തോന്നണത്. എന്റെ കാര്യം വ്യത്യസ്തല്ല കേട്ടാ. എന്റെ പേര് ലൂസി എന്നാണല്ലോ. ഈ മുതുകാലൻ എന്നെ വിളിക്കണ എന്താന്നറിയാമോ? ഇളക്കക്കാരിന്ന്. അപ്പൊ ഇതാണ് ഭേദം. ഇത് ചെയ്യാനാ. ദേ പിന്നെ കണക്കപ്പിള്ള ഒരു കാര്യം ചെയ്യും. ഞാൻ കണക്കപ്പിള്ള എന്ന് തന്നെ വിളിക്കാം. അല്ലെങ്കിൽ അയാടെ മുന്നിൽ വെച്ച് തെറ്റിപ്പോയ എന്ത് ചെയ്യും? ഇവിടുത്തെ കുറെ സാധനങ്ങളൊക്കെ കേടാണ്. അതൊക്കെ ഒന്ന് പുള്ളിനെ ബോധ്യപ്പിച്ച് കണക്കും എഴുതിയിട്ട് കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ മേടിക്കാം. അതൊന്ന് ബോധ്യപ്പെടുത്താനായിട്ട് ഞാൻ അങ്ങോട്ട് പോകായിരുന്നു. ബാഗൂടാ നടക്ക്. ഇളക്കാരിയെ ഞാൻ ഒന്ന് കാണണമെന്ന് കരുതിയിരുന്നതാ. ഈ പുതിയതായിട്ട് വന്നേക്കണ പൂമോക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ? മുതലാളി, എന്നെ മോളേന്ന് വിളിച്ചാ മതി. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എനിക്ക് മോനും ഇല്ല മോളും ഇല്ല. പിന്നെ ഞാൻ എന്തിനാണ് ഈ അഭിഹിത ബന്ധമൊക്കെ എടുത്തുന്നത്? നിനക്ക് പരാതിയൊന്നും ഇല്ലല്ലോ? ഉണ്ട്. എന്താണ്? ഈ ചൂളപാത്രം കേടായി. ചൂളപാത്രം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെറുതാക്കി കളയല്ലേ. കൊച്ചു കേരളം എന്ന് പറഞ്ഞ് കേരളം തന്നെ കൊച്ചായി. അങ്ങനെ പറയരുത്. മലയാള ഭാഷ പണ്ഡിതന്റെ വീട്ടിലാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ മാസം എന്ന് പറയുന്നത് മലയാള ഭാഷകൾ ഉച്ചരിക്കേണ്ട ദിവസങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ അങ്ങനെയല്ല പറഞ്ഞ് അങ്ങനെ ലോപിപ്പിച്ച് കളയരുത്. അതിനെ പറയുന്നത് ഉയർന്ന താപമർദ്ദത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ വേകുമ്പോൾ എന്തെന്നറിയിക്കാൻ നമ്മളെ ചൂളം വിളിച്ചുണർത്തുന്ന പാത്രം അത് കേടായി എന്ന് പറഞ്ഞാ പോരെ? ഇനി പറയാം. അങ്ങനെ പറ. ഞാൻ എങ്ങനെ ഇതിനകത്ത് എഴുതി ചേർക്കും? അങ്ങേര് കാണണ്ട വീട്ടില് കുക്കറന്ന് എഴുതി വെക്കും. അയ്യോ, തീർന്നില്ല മുതലാളി. കഴിഞ്ഞ ദിവസം എനിക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാൻ മേടിച്ചു തന്ന മാലിന്യ നിർമ്മാർജ്ജന ഉൽപാദന പിണ്ടം തീർന്നു പോയി മുതലാളി. ഒരു പിണ്ടം മേടിച്ചു തന്നിട്ട് 2 ദിവസം പോലും ആയില്ല. തീർന്നു പോയാ? അല്ല, വേറെയും കുറെ ഉപയോഗങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തീർന്നു. അടച്ചുകൂട്ടിയിരിക്കുന്ന ആ പെട്ടി തുറന്നിട്ട് ഒരു മാലിന്യ നിർമ്മാർജ്ജന ഉൽപാദന പിണ്ടം പുറമെടുത്ത് കൊടുത്തേക്കും. ഇവിടെ ആനയുണ്ടോ?
സോപ്പ്. സോപ്പിനാണോ? പിന്നെ മുതലാളി തീർന്നില്ലേ? ആന്തരിക വലയം തീർന്നായിരുന്നു. ഇതെന്താ ഈ കേൾക്കണത്? കഴിഞ്ഞ ദിവസമല്ലേ നിന്റെ ആന്തരിക വിലയുടെ നിരക്ക് കുറഞ്ഞു പോയിട്ട് ഞാൻ പണം നിക്ഷേപിച്ചത് കൂട്ടി തന്നത്? ഇത്ര പെട്ടെന്ന് തീർന്നോ? കുറച്ചുകൂടെ പണം നിക്ഷേപിച്ച് ഒന്നുകൂടെ ഉപയോഗയോഗ്യമാക്കി തരാവോ? എങ്ങനെ തീരാതിരിക്കും? ഏത് നിമിഷവും മുഖപുസ്തകത്തിനകത്താണല്ലോ നിന്റെ മനസ്സ്. മാത്രമല്ല നിന്റെ മറ്റേ കുടലിനകത്ത് കയറിയിട്ട് നീ പാചകം കാണണല്ലേ. എന്താണത്? ആന്തരിക വല, കുഴലി, മുഖപുസ്തകം, എനിക്കൊന്നും മനസ്സിലാവണല്ലോ. എടി നെറ്റ് തീർന്ന് അത് ചാർജ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പുള്ളി പറയണ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും കേറി തോണ്ടലാണ്. മനസ്സിലായ? ദൈവം, ഇതൊക്കെ ഞാൻ എങ്ങനെ ഇതിനകത്ത് എഴുതി ചേർക്കാനാണ്? നീ ബ്രാക്കറ്റിൽ ഇതൊക്കെ പറയാൻ മനസ്സിലാകുന്ന ഭാഷയിലൊന്നും എഴുതി വെച്ചാൽ മതി. കുക്കറെന്നും യൂട്യൂബെന്നും ഫേസ്ബുക്കെന്നും ഇന്റർനെറ്റ് എന്നും ഫാനെന്നും സ്വിച്ചെന്നും ഒക്കെ തന്നെ എഴുതിയാൽ മതി. പുള്ളീനെ കാണിക്കാൻ വേണ്ടി മാത്രമുള്ളതേ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ അങ്ങോട്ട് എഴുതും. പൂമോളെ, നീ നിന്റെ കാര്യങ്ങൾ ചെയ്യൂ. അക്കക്കാരി പോയിട്ട് എനിക്കൊരു പാത്രത്തിനകത്ത് എത്ര ശുദ്ധജലം കൊണ്ടുവരൂ. തൊണ്ട വരളുന്നു. ഓക്കെ, വരും വരും. എല്ലാരും ഒന്ന് റിലാക്സ് ചെയ്തേ. നമ്മുടെ ഉള്ളിൽ നിന്ന് എല്ലാ ഇംഗ്ലീഷും അങ്ങോട്ട് കളയണം. ഇനി ചെല്ലാൻ പോണ വീടറിയാല, മലയാള മുൻഷിയുടെ വീട്ടിലേക്കാൾ. അവിടെ ചെന്നിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റൂല, ഒള്ളി മലയാളം കേട്ടാ. കഴിഞ്ഞ പ്രാവശ്യം അറിയാല, വോട്ടൊക്കെ ചോദിച്ച് പോരാൻ നേരത്ത് താങ്ക് യു എന്നൊറ്റ വാക്കിലാണ് എല്ലാ വോട്ടും പോയത്. തോറ്റും പോയി അതോടുകൂടി. നമ്മുടെ ചിഹ്നം ട്രാക്ടർ അല്ലേ? അപ്പൊ ട്രാക്ടർ എന്ത് പറയും? അത് നില ഉഴുതുമറിക്കണ യന്ത്രം. അത് മതി. നീ പറഞ്ഞാ മതി, നീ പറഞ്ഞാ മതി, നീ പറഞ്ഞാ മതി കേട്ടാ. വോട്ടിന്റെ കാര്യം വോട്ടെന്ന് ചോദിക്കല്ലേ, പിന്നെ എന്ത് ചോദിക്കും? സമ്മതിദാനാവകാശം. ഇതെന്റെ കയ്യിൽ നിന്ന് പോകും, അത് നീ ചോദിച്ചാൽ മതി. വേറൊരു കാര്യമുണ്ട്, ഇതെല്ലാം കൂടി നിങ്ങൾ തന്നെ പറഞ്ഞാൽ മതി. ഇത് എന്റെ കയ്യിൽ നിൽക്കുന്നൊന്നുമില്ല. നിന്റെ കയ്യിൽ നിൽക്കണ്ട, നീ അവിടെ തന്നെ നിന്നാ. ബാക്കി കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്തോളാം. വോട്ട് ചോദിച്ച് റെഡിയാക്കണ കാര്യം ഞാൻ ഏറ്റെന്ന്. നമസ്കാരം. നമസ്തേ. ഗുഡ് മോർണിംഗ് പറയല്ലോ, ഞാൻ പറഞ്ഞു. എന്താണാവോ വന്ന വരവിന്റെ ഉദ്ദേശം? ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ഇത്. അപ്പോ മുതലാളിയുടെ സമ്മതിദാനാവകാശം ഈ സ്ഥാനാർത്ഥിക്ക് നൽകി വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. നമ്മുടെ കുടുംബമല്ല, ഒരു കൂട്ടുകുടുംബമാണ്. 64 കുടുംബാംഗങ്ങളുണ്ട്. അവരുടെ സമ്മതിദാനാവകാശം നമ്മുടെ വീട്ടിൽ വന്നു പോകുന്നവർക്ക് നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ നിങ്ങളെക്കാൾ മുമ്പ് മറ്റൊരു സ്ഥാനാർത്ഥി ഇവിടെ വന്നു പോയി. അദ്ദേഹത്തിന് ഞാൻ കൊടുക്കാതെ വാക്കും കൊടുത്തുപോയി. അയ്യോ, വാക്ക് കൊടുത്തെന്നോർത്ത് മുതലാളി പേടിക്കണ്ട. രാഷ്ട്രീയത്തിൽ വാക്കിനും വാഗ്ദാനത്തിനും ഒന്നും ഒരു വ്യവസ്ഥയില്ല. എപ്പോ വേണമെങ്കിലും മാറ്റി പറയാം. ഇനിയിപ്പോ അത് മാറുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചോദ്യമാണത്. അല്ല, അത് സാരമില്ല മുതലാളി. വാക്ക് അവിടെയും സംവിധാനം ഇവിടെയും തന്നാ മതി. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് ഞാൻ സമ്മതിദാനാവകാശം തരാം. സന്തോഷം. 64 സമ്മതിദാനാവകാശമുണ്ട്. പിന്നെ ഞങ്ങളുടെ കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിദാരിദ്ര്യം മുക്ത കേരളമാണ്. അല്ല, ഞാൻ ചോദിക്കണത് അതിദാരിദ്ര്യ വിമുക്ത കേരളമായിട്ട് മാറ്റി. അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. വൈദ്യുതി ഉൽപ്പാദനത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത നേടിയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മണ്ണെണ്ണ എടുത്ത് കളഞ്ഞു. ഇനിയിപ്പോ അതിദാരിദ്ര്യമുക്ത കേരളമാണ് നമ്മുടെ നാടെന്ന് അറിയുമ്പോൾ അരിയും കൂടി എടുത്ത് കളയും. അത് കേൾക്കാൻ കാത്തിരിക്കണേണ്. അപ്പൊ അതും കൂടി കളയാനാണോ നിങ്ങളുടെ പ്ലാൻ? മുതലാളി, ഈ അതിദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭിക്ഷക്കാരനെയോ ഒരു പണപ്പിരിവോ ഒരു യാചകനെയോ ആരെയും കാണാൻ പറ്റില്ല. അതെ, മറ്റേ പാത്രപ്പിരിവും കാണാൻ പറ്റില്ല, പത്രപ്പിരിവും ഉണ്ടാവില്ല. പുതിയ കേരളമായിരിക്കും. മൊത്തം നിർമ്മാർജ്ജനം ചെയ്യുമെന്നാണ് നിങ്ങൾ പറയണത്. അതെ, ചെയ്തു. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. 64 സമ്മതിദാനാവകാശങ്ങൾ എൻ്റെ കുടുംബത്തിലുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ തരും. ആരാണ് സ്ഥാനാർത്ഥി എന്ന് വെച്ചാൽ തരും. പക്ഷെ ഒരൊറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. അതായത് നീ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങളെപ്പോലത്തെ സ്ഥാനാർത്ഥികൾ എളിച്ചും കൊണ്ട് വരുമല്ലോ. നമ്മൾ നമ്മുടെ സമ്മതിദാനാവകാശം തരുമല്ലോ. അപ്പൊ തരുമ്പോൾ വാങ്ങിക്കണം. നിങ്ങൾക്കൊരു ഉളുപ്പില്ലാതെ നിങ്ങളിത് വാങ്ങിച്ചുകൊണ്ട് പോകും. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് അതും കൂടി നിങ്ങൾ കേൾക്കണം. ഈ വരുന്ന വഴികളിൽ ചില കുറ്റികളിൽ മുകളിൽ വൈദ്യുത ദീപങ്ങളില്ലേ, അത് കത്തുന്നില്ല. അത് പ്രകാശിപ്പിക്കണം. മാത്രമല്ല, ചില വരുന്ന വഴികളിൽ ചില പാതയോരങ്ങളിൽ ചില മുഴകൾ കാണുന്നു. അതവിടെ വേണ്ട. അത് നിങ്ങൾ മാറ്റണം. അത് നികത്തി തരാം. അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിലുള്ള 63 അല്ലെങ്കിൽ 64 സമ്മതിദാനാവകാശം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അത് ശരി മുതലാളി. ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞ് ഞങ്ങളെ പണം വന്നു കഴിഞ്ഞാൽ മുതലാളി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു തരും. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ പണം ഇല്ല. എടാ, പണം നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ കുറച്ച് കാശ് കടം മേടിച്ചിട്ട് നിങ്ങളത് തീർക്കടാ. അതൊക്കെ എങ്ങനെ ഞങ്ങൾ എവിടെ നിന്ന് കടം മേടിക്കാനാണ് മുതലാളി? അപ്പൊ ഉറപ്പായല്ല. എടാ, ഇതിനാണ് ഈ അതിദാരിദ്ര്യം എന്ന് പറയുന്നത്. ആ ദാരിദ്ര്യം ഞങ്ങൾ ജയിച്ചു കഴിയുമ്പോൾ മാറുമല്ല. ജയിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ദാരിദ്ര്യം മാറും. നിങ്ങൾക്ക് വേണ്ടി സമ്മതിദാനാവകാശം ചെയ്ത പാവങ്ങളുടെ ദാരിദ്ര്യം ഇപ്പൊ മാറുവിടാ. അത് അതിദാരിദ്ര്യത്തിൽ തന്നെ.
യൂസ്ലെസ് ഫെലോസ്. ഇംഗ്ലീഷ് പറഞ്ഞു. എടാ, മലയാളത്തിൽ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിന്റെ പിതാവായ എഴുത്തച്ഛൻ പോലും കോപിക്കും. അതുകൊണ്ടാണ് ഞാൻ ആംഗലേയ ഭാഷ ഉപയോഗിച്ചത്. Get lost!